നോമ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് മസ്അലകൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഇനി നോമ്പുമായി ബന്ധപ്പെട്ട ചില മസ്അലകൾ പ്രത്യേകമായി അറിഞ്ഞിരിക്കേണ്ട, നമ്മുടെ നോമ്പ് തന്നെ ബാത്തിലായി പോകാൻ കാരണമാകുന്ന ചില മസ്അലകൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. ഒന്നാമതായി, ആർക്കൊക്കെയാണ് നോമ്പ് നിർബന്ധമാകുന്നത്? രണ്ടാമതായി, നിയ്യത്ത് വെക്കേണ്ട രൂപം എങ്ങനെയാണ്? മൂന്നാമതായി, നോമ്പ് തകരാൻ കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോമ്പ് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നാലാമതായി, ചെയ്താലും നോമ്പ് തകരാത്ത, പാളിച്ച പറ്റാത്ത വിഷയങ്ങൾ ഏതൊക്കെയാണ്? അഞ്ചാമതായി, നോമ്പിൽ മക്രൂഹായ, കറാഹത്താക്കപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആറാമതായി, നോമ്പിനി വിട്ടുപോയി കഴിഞ്ഞാൽ, നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഏഴാമതായി, നോമ്പിൻ്റെ കഫാറത്ത്, പ്രായശ്ചിത്തമായി, പരിഹാരമായി എന്താണ് ചെയ്യേണ്ടത്? തുടങ്ങി നമ്മൾ ഈ നോമ്പിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു 7 കൂട്ടം കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് ചുരുങ്ങിയ രൂപത്തിൽ കേൾക്കാം. വിശാലമായി ചർച്ച ചെയ്യാൻ നമ്മുടെ വീഡിയോയിൽ പരിമിതി ഉള്ളതുകൊണ്ട് ചുരുങ്ങിയ രൂപത്തിൽ മസ്അലകൾ ഒന്ന് ഓടിച്ച് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പഠിച്ചു വെക്കാം. അള്ളാഹു നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ, നോമ്പ് കബൂലാക്കുമാറാകട്ടെ. വീഡിയോ മുഴുവനും കേൾക്കണേ, ഉപകാരപ്പെടുന്നതാണ്, ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. വിശുദ്ധമായ റമദാൻ മാസം നമ്മളിലേക്ക് കടന്നു വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് റമദാനിലേക്ക് എത്തിച്ചു തരിക എന്നുള്ളതാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ ദായിമാക്കി തരണേ അള്ളാഹ്. ഒരുപാട് കാലം വിശുദ്ധ റമദാനെ പുൽകാനും ഇബാദത്ത് ചെയ്യാനുമുള്ള തൗഫീഖ് നൽകണേ അള്ളാഹ്. ഈ റമദാൻ മാസത്തിൽ ഏറ്റവും വലിയ അമൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് തന്നെയാണ്. സൗമുലി വ അനാ ജിസിബി. നോമ്പ് എനിക്കുള്ളതാണ്, അതിൻ്റെ പ്രതിഫലം ഞാൻ ഡയറക്റ്റ് നൽകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അള്ളാഹു അറിയിച്ചതാണ് ഖുദ്സിയായ ഹദീസിലൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോമ്പിന് വലിയ ശ്രേഷ്ഠതയുണ്ട്, ഫദ്ലുണ്ട്, മഹത്വമുണ്ട്. ഈ നോമ്പ് കാലം വിശുദ്ധമായ റമദാൻ കഴിയുന്നതോടുകൂടി നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കുക മാത്രമല്ല, ശാരീരികമായും മാനസികമായും നമ്മൾ വലിയ ഉന്നതിയിലേക്ക് എത്തുക കൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോമ്പ് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഈ നോമ്പ് ഒരു കാരണവശാലും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ചില മസ്അലകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഉറപ്പായും പഠിച്ചു വെച്ചിരിക്കേണ്ട ചില മസ്അലകൾ ഇന്നത്തെ വീഡിയോ നമുക്ക് പറഞ്ഞുതരാം. ഒന്നാമതായി, ആർക്കൊക്കെയാണ് നോമ്പ് ഫർദാകുന്നത്? ആർക്കൊക്കെയാണ്, അതായത് നോമ്പ് നിർബന്ധമുള്ളത് ആർക്കൊക്കെയാണ്? ഒന്ന്, മുസ്ലിം ആയിരിക്കണം. മുസ്ലിമായ ആൾക്കേ നോമ്പ് നിർബന്ധമുള്ളൂ. രണ്ടാമത്തത്, ബാലിഗാകണം, പ്രായപൂർത്തി എത്തിയിരിക്കണം. അതുപോലെ തന്നെ ബുദ്ധി ഉണ്ടാകണം. ബുദ്ധി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രായപൂർത്തിയാകാത്തവരാണ്, അവർക്ക് നോമ്പ് നിർബന്ധമില്ല. ബുദ്ധിയില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഉണ്ടാവും, അവർക്ക് പ്രായപൂർത്തി എത്തിയാലും ശരി തമ്മീസ് ഉണ്ടാവില്ല, വകതിരിവ് ഉണ്ടാവില്ല, കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷി, ബുദ്ധി കുറവുള്ള ആളുകൾ ഉണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾക്കും നോമ്പ് നിർബന്ധമില്ല. അതുപോലെ തന്നെ ശാരീരികമായി കഴിവുള്ള ആളായിരിക്കണം, ശേഷിയുള്ള ആളുകൾ. ചില ആളുകൾ രോഗം ബാധിച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കഴിയുന്ന ആളുകളുണ്ട്, അവർക്ക് നോമ്പ് നിർബന്ധമില്ല. അത്തരത്തിലുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമില്ല. അവർ ബാലികവും ബുദ്ധിയുള്ള ആക്കിലുമൊക്കെ ആണെങ്കിൽ, ബുദ്ധിയുണ്ട് അതുപോലെ പ്രായപൂർത്തിയായവരാണ് എങ്കിൽ അവർക്കുള്ള മുദ്ദു കൊടുത്താൽ മതി. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ നമുക്ക് പറയാം എങ്ങനെയൊക്കെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. രോഗസംബന്ധമായ വിഷയത്തിൽ നോമ്പ് ഒഴിവാക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മറ്റൊരു വീഡിയോ നമുക്ക് പറയാം. അടുത്തത്, അഞ്ചാമത്തതായി പറയുന്നത്, ഹൈദ് നിഫാസ് ഇല്ലാത്ത ആളുകൾ, അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൈദോ നിഫാസോ ഉള്ള സമയത്ത് അവർക്ക് നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമില്ല. നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമുമാണ്, നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല. പിന്നീട് അത് ഖളാ വീട്ടിയാൽ മതി. അപ്പോൾ നോമ്പ് നിർബന്ധമാകുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾ 5 വിഭാഗം ആളുകളാണ്. ഇനി നമുക്കറിയാം, രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നിയ്യത്ത് വെച്ചിരിക്കണം. ഷാഫിഈ മദ്ഹബ് പ്രകാരം, ഞാൻ ഈ പറയുന്ന മസ്അലകളെല്ലാം ഷാഫിഈ മദ്ഹബ് പ്രകാരമുള്ള മസ്അലകളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഹനഫികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മദ്ഹബിൽ അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ അവരുടെ എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട മസ്അലകൾ പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ് എന്ന് തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നിയ്യത്ത് വെക്കേണ്ടത് എല്ലാ രാത്രികളിലും നോമ്പിന് വേണ്ടിയുള്ള, പിറ്റേ ദിവസത്തെ നോമ്പിന് വേണ്ടിയുള്ള നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. ഇപ്പോൾ നാളത്തെ നോമ്പിന് നിയ്യത്ത് ഇന്ന് രാത്രിയിൽ വെച്ചിരിക്കണം. ഇന്ന് സുബഹയ്ക്ക് മുമ്പായിട്ട് വെച്ചിട്ടില്ല എങ്കിൽ ആ ദിവസത്തെ നോമ്പ് കിട്ടൂല. നോമ്പ് എന്ത് ചെയ്യും, അത് സാധുവാകൂല. അത് വൈകുന്നേരം വരെ നോമ്പ് കയറെപ്പോലെ പിടിച്ചു നിൽക്കുകയും പിന്നീട് ആ നോമ്പ് ഖളാ വീട്ടുകയും ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട നോമ്പിൻ്റെ നിയ്യത്തുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ മസ്അലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ വിവരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണേണ്ടവർ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൽ കയറിയാൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അത് കാണാൻ കഴിയും. ഇനി മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, നോമ്പ് തകരാൻ കാരണമാകുന്ന ചില സംഗതികളുണ്ട്. നമ്മുടെ നോമ്പ് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുന്ന ചില സംഗതികൾ പറയപ്പെടുന്നുണ്ട്. ആ സംഗതികൾ ഒരു കാരണവശാലും ഈ റമദാനിൽ നോമ്പ് സമയത്ത് ഉണ്ടാകാൻ പാടില്ല. ആ സംഗതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നോമ്പ് ബാത്തിലായി പോകാൻ അത് കാരണമായി തീരും, നോമ്പ് നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീരും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ സംഗതികൾ ജീവിതത്തിൽ ഉണ്ടാകാതെ, അല്ലെങ്കിൽ നോമ്പ് സമയത്ത് ഉണ്ടാകാതെ നോക്കണം. ഒന്ന്, പകൽ സമയത്ത് ഭക്ഷണം കഴിക്കുക, പാനം ചെയ്യുക, വെള്ളം കുടിക്കുക, ഇതൊക്കെ നോമ്പ് മുറിയാൻ കാരണമാവുന്നതാണ്, അത് ഒഴിവാക്കണം.
രണ്ടാമത്തതായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് നോമ്പ് മുറിച്ചു കളയുന്ന കാര്യമാണ്. അതിന് കഫാറത്ത് കൊടുക്കുകയും ചെയ്യണം. മനഃപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ, മനഃപൂർവ്വമല്ല, നോമ്പ് സമയത്ത് പകൽ സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കഫാറത്ത് കൊടുക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് വീഡിയോയുടെ അവസാനം നമുക്ക് പറയാം. മൂന്നാമതായി കാണാം ഛർദി വരുത്തുക, ഉണ്ടാക്കി ഛർദിക്കുക. തൊള്ളയിൽ കൈയിട്ട് ഉണ്ടാക്കി അറിയാതെ ഛർദി വന്നുപോയി, അതിനെന്തില്ല, നോമ്പ് മുറിയുകയില്ല. പക്ഷേ ഉണ്ടാക്കി ഛർദിച്ചു കഴിഞ്ഞാൽ എന്തായി പോകും, നോമ്പ് ബാത്തിലായി പോകും. അതുപോലെ തന്നെ നാലാമതായി കാണാം മനഃപൂർവ്വം ഇന്ദ്രിയം പുറപ്പെടുവിക്കുക. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മനഃപൂർവ്വം എന്ത് ചെയ്യുക, ഇന്ദ്രിയം പുറപ്പെടുക. ഇത്തരത്തിലുള്ള സംഗതികൾ കൊണ്ട് നോമ്പ് ബാത്തിലായി പോകും. അതെന്ത് ചെയ്യുക, ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത്. ഇത് ഉദ്ദേശപൂർവ്വം മനഃപൂർവ്വം ചെയ്താലാണ് ഈ സംഗതികളൊക്കെ എന്താകുന്നത്, ബാത്തിലായി പോകുന്നത് കേട്ടോ. മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്താലാണ് നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇനിയോ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്ന ചില സംഗതികളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ഫജറിന് മുമ്പ് നിയ്യത്ത് വെക്കാതിരിക്കുക. നമ്മൾ സുബഹിക്ക് മുമ്പായിട്ട് നിയ്യത്ത് വെക്കാതിരുന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ നോമ്പ് കിട്ടൂല, നോമ്പ് ബാത്തിലായി സാധുവാകൂല, അത് പിന്നീട് കളാ വിട്ടണം. പക്ഷേ അത് അറിഞ്ഞുകൊണ്ടല്ല, മനഃപൂർവ്വം ആരും ഇപ്പം നോമ്പ് നിയ്യത്ത് വെക്കാതിരിക്കൂലല്ലോ, അറിയാതെ നഷ്ടപ്പെട്ടു പോയി. അതുപോലെ എന്ത് ചെയ്യുക, ബോധം നഷ്ടപ്പെട്ടു പോകാം. പകൽ സമയത്ത് എന്ത് ചെയ്യുക, പെട്ടെന്ന് തലകറക്കം വന്ന് ബോധം നഷ്ടപ്പെട്ടു പോയി, പകൽ മുഴുവൻ ബോധമില്ലാതെ കിടന്നു. എന്നാൽ ആ ദിവസത്തെ നോമ്പ് കിട്ടൂല, പിന്നീട് എപ്പോഴെങ്കിലും അതെന്ത് ചെയ്യുക, കളാ വിട്ടുക. ഇതൊന്നും മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല, അതൊക്കെ അറിയാതെ വന്നു പോകുന്നതാണ്. അറിഞ്ഞുകൊണ്ട് ചെയ്താൽ എന്താവും, ബാത്തിലാകുന്നതും, അറിയാതെ ചെയ്താൽ ബാത്തിലാകുന്നതും ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഇനി നോമ്പ് തകരാത്ത കാരണങ്ങൾ. ചില സംഗതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നോമ്പ് തകരൂല, നോമ്പിൽ കുഴപ്പമൊന്നും സംഭവിക്കില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല മസാലകൾ, സംശയം വരുന്ന ചില വിഷയങ്ങളാണ്. ഒരാൾ മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു, ഇപ്പോൾ നോമ്പാണ് എന്ന് ഓർക്കാതെ എന്ത് ചെയ്തു, ഭക്ഷണം കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് റബ്ബേ നോമ്പായിരുന്നല്ലോ എന്ന് ആലോചിച്ചത്. എന്നാൽ അയാളുടെ നോമ്പിന് ഒരു കുഴപ്പമില്ല. എന്ത് ചെയ്യണ്ട, ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചു, ഏമ്പക്കവും പോയി, എന്നിട്ട് നോമ്പിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. മറന്ന് ചെയ്താൽ എന്ത് ചെയ്യുക, മനഃപൂർവ്വം ചെയ്താലേ എന്താവുള്ളൂ, നോമ്പ് ബാത്തിലാവുള്ളൂ. ഒരാൾ മറന്ന് വെള്ളം കുടിച്ചു, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു, എന്നാൽ എന്തായി പോകൂല, നോമ്പ് ബാത്തിലായി പോകൂല. രണ്ടാമത് സ്വപ്നസ്ഖലനം ഉണ്ടായി. സ്വപ്നസ്ഖലനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടന്ന സമയത്ത് ഇന്ദ്രിയം അറിയാതെ പുറപ്പെട്ടു, എന്നാൽ എന്താവൂല, മനഃപൂർവ്വം പുറപ്പെടുവിച്ചാൽ നോമ്പ് ബാത്തിലായി പോകും. എന്നാൽ അറിയാതെ ഉറക്കത്തിൽ സംഭവിച്ചു പോയതാണെങ്കിൽ അയാളുടെ നോമ്പിന് തകരാറൊന്നും സംഭവിക്കില്ല. കുളിച്ചിട്ട് എന്ത് ചെയ്യാം, ബാക്കിയുള്ള സംഗതികൾ അയാൾക്ക് ചെയ്യാം, കുഴപ്പമില്ല, നോമ്പ് കുഴപ്പമുണ്ടാവില്ല. മൂന്നാമത്തത് പോഷകകരമല്ലാത്ത ഇഞ്ചക്ഷൻ. അതായത് ഈ ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുന്നതിനെ സംബന്ധിച്ച് തർക്ക വിഷയമാണ്. അതുകൊണ്ട് അതല്ലാതെ ഇഞ്ചക്ഷൻ ചെയ്തു. ഇപ്പോൾ രോഗം, പനി ബാധിച്ചു, വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരാൾ, അയാൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ ഇഞ്ചക്ഷൻ നിർദ്ദേശിച്ചു. ആ ഇഞ്ചക്ഷൻ എടുത്തു. അതെന്തിനു വേണ്ടിയിട്ടാണ്, അയാളുടെ പനിയൊന്ന് കുറയാനാണ്, അല്ലെ രോഗത്തിന് വേദന കുറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത്തരത്തിൽ പോഷകകരമല്ലാത്ത ഇഞ്ചക്ഷൻ കൊണ്ട് എന്തില്ല, കുഴപ്പമില്ല, അത് നോമ്പ് ബാത്തിലാകുകയില്ല. ഇനി അതുപോലെ തന്നെ രക്തപരിശോധന നടത്താം. പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഉസ്താദേ നോമ്പ് സമയത്ത് രക്തം എടുക്കാൻ പറ്റുമോ എന്ന്. കാരണം സിറിഞ്ച് ഇങ്ങനെ കയറ്റിയിട്ടാണല്ലോ എന്ത് ചെയ്യുന്നത്, രക്തം എടുക്കുന്നത്. ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴും അതിനാണ് പ്രശ്നം വരുന്നത്. എന്നാൽ രക്തമെടുക്കാൻ ശരീരത്തിലേക്ക് തുള ഉണ്ടാക്കിയിട്ടാണ് ഇഞ്ചക്ഷൻ ചെയ്യുക. അപ്പം ഇല്ലേ, നമ്മുടെ ശരീരത്തിലേക്ക് ഉള്ള തുളയിൽ കൂടെ ഉള്ളിലേക്ക് കയറിയാലാണ് എന്ത് ചെയ്തത്, തുറന്നിരിക്കുന്ന ദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക് എന്തെങ്കിലും വസ്തു പ്രവേശിച്ചു, അത് മനഃപൂർവ്വം പ്രവേശിച്ചു കഴിഞ്ഞാലാണ് നോമ്പ് ബാത്തിലാകുക. അത് മനസ്സിലാക്കി വെക്കാം. എന്നാൽ തുറക്കാത്തൊരു സ്ഥലം നമ്മൾ എന്ത് ചെയ്യുക, ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ കയ്യിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇടുപ്പിലോ അല്ലെങ്കിൽ കയ്യുടെ ഈ ഭാഗത്തോ ഒക്കെ ഇടയ്ക്ക് ഇഞ്ചക്ഷൻ ചെയ്യാം. ആ സമയത്ത് അവിടേക്ക് ദ്വാരം ഉണ്ടാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. അത്തരത്തിൽ ഉണ്ടാക്കിയിട്ട് കയറ്റുന്നതിൽ എന്തില്ല, നോമ്പ് ബാത്തിലാകുന്നതിൽ പെട്ടതല്ല. അതുകൊണ്ട് തന്നെ രക്തം പരിശോധിക്കാനാണെങ്കിലും ഇഞ്ചക്ഷൻ ചെയ്യാനാണെങ്കിലും ഒക്കെ എന്താവൂല, അവിടെ അവരുടെ നോമ്പിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല എന്ന് മഹാന്മാർ പരിചയപ്പെടുത്തുന്നതാണ്. ഇനി കുളി, പകൽ സമയത്ത് കുളിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഒരാൾ വെള്ളത്തിൽ മുങ്ങിയാൽ വെള്ളത്തിൽ മുങ്ങൽ കൊണ്ട് നോമ്പ് എന്തായി പോകും, മുറിഞ്ഞു പോകും. എപ്പോൾ, ഉള്ളിലേക്ക് വെള്ളം കടന്നാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് വെള്ളം കടക്കുന്ന രൂപത്തിൽ മുങ്ങാൻ പാടില്ല. ഉള്ളിലേക്ക് വെള്ളം കയറുന്ന രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, മുഴുവനായി വെള്ളത്തിൽ മുങ്ങി ഒരാൾ കുളിച്ചു, എന്നാൽ അയാളുടെ നോമ്പ് ബാത്തിലായി പോകും. അല്ലാത്ത രൂപത്തിൽ തലയിലേക്കോ ഒക്കെ വെള്ളം കോരി ഒഴിച്ചുകൊണ്ട് കുളിക്കുക എന്നുള്ളത് അത് ബാത്തിലാകൂല, എന്തില്ല, കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിൽ കറാഹത്താകുന്ന ചില സംഗതികളുണ്ട് നോമ്പിൽ. അടുത്തത് അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട കറാഹത്താകുന്ന ചില സംഗതികൾ. അതിലൊന്ന് അനാവശ്യമായി വായിലിങ്ങനെ വെള്ളം കുപ്പി. നമ്മൾ നോമ്പ് സമയത്ത് ഇങ്ങനെ ഡ്രൈ ആകും, ഉണങ്ങും അല്ലേ. ആ ഉണങ്ങുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ വായിക്കൊണ്ട് ഇങ്ങനെ കുപ്പിളിച്ചുകൊണ്ടിരിക്കാം അനാവശ്യമായിട്ട്. എന്ത് ചെയ്യുക, അത് കുറേ കുപ്പിളി ചിലപ്പോൾ ഇടയ്ക്ക് വെള്ളം ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കാം.
വെള്ളം കൊപ്പിളിക്കുക എന്നുള്ളത് ജസ്റ്റ് ഒരു സുന്നത്തിന് വേണ്ടി ജസ്റ്റ് പതിയെ ഒന്ന് ചെയ്യുക എന്നല്ലാതെ അനാവശ്യമായി കൂടുതൽ സമയത്ത് എന്ത് ചെയ്യുക മൽമലത്ത് ചെയ്യുക എന്നുള്ളത് കറാഹത്തായ സംഗതിയാണ്. അതുപോലെ ഭക്ഷണം രുചിച്ചു നോക്കുക, നാവിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, അത് നാവിൻ്റെ അറ്റത്ത് വെച്ച് രുചി തുപ്പിക്കളയലാണെങ്കിലും കറാഹത്താണ് എന്ന് മഹത്തുക്കൾ പറഞ്ഞു തരുന്നുണ്ട്. ചിലപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ സഹോദരിമാർ അവർ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഉസ്താദെ അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ, ഇപ്പോൾ നോമ്പ് പിടിച്ചിരിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് രുചിയില്ലാത്ത ഭക്ഷണം കൊണ്ടുവച്ചാൽ എന്താ ശരിയാകുക, അവർക്കും അറിയില്ലേ, ഈ നോമ്പ് അനുഷ്ഠിച്ച് നോമ്പ് തുറക്കാനിരിക്കുന്ന ആളുകൾക്കും അറിയില്ലേ ഈ ഉണ്ടാക്കിയ ആളുകൾക്ക് നോമ്പായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ നല്ല ഭക്ഷണം വെച്ച് കൊടുക്കണമെന്നത് അവർ വാശി പിടിക്കുകയൊന്നുമില്ല. ഇനി അഥവാ കുറച്ച് ഉപ്പ് കുറഞ്ഞിട്ടോ അല്ലെ എരിവ് കുറഞ്ഞു പോയാലൊക്കെ എന്ത് ചെയ്യുക, അത് നോമ്പ് തുറന്നതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ, അത് വേണമെങ്കിൽ കുറച്ച് ഉപ്പിടുക അല്ലെങ്കിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, അധികം ഉപ്പ് വാരി ഇടാതിരുന്നാൽ പോരെ തുടക്കത്തിൽ തന്നെ. ഇത് അതിന് ചെയ്യും, തുടക്കത്തിൽ തന്നെ നോമ്പ് സമയത്ത് തന്നെ രുചിച്ച് നോക്കി രുചി അറിയുക, അതൊന്നും വേണ്ട, അത് ഒഴിവാക്കലാണ്, അത് കറാഹത്താണ്. ഇനി ഒരാളങ്ങനെ ചെയ്തു എന്ന് കരുതിയിട്ട് നോമ്പിൽ ബാത്തിലൊന്നും ആവില്ല, ഇറങ്ങിപ്പോകാതിരുന്നാൽ മതി, അതെന്ത് ചെയ്യുക, ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. അതുപോലെ അനാവശ്യമായ തർക്കങ്ങൾക്ക് ഏർപ്പെടുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ തർക്കിക്കുക, വെറുതെ അമൽ കൊണ്ട് പൊളിച്ചളയാന്നുള്ളത് കറാഹത്താണ്. നാലാമതായി അസഭ്യം സംസാരിക്കുക, ചീത്തയായ സംഗതികൾ സംസാരിക്കുക, ഗീബത്തിൻ്റെ മീമത്തും സംസാരിക്കുക, ഇതൊക്കെ ഈ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം. ഇത് കറാഹത്തായ സംഗതികൾ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഇതൊക്കെ വിശാലമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. പക്ഷേ പെട്ടെന്ന് നമുക്ക് ഈ മസാല പറയും, ഇപ്പോൾ ഇത് വിശദീകരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിഷയങ്ങളാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ കമൻറ്റായി ചോദിച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയാണ്, ഇൻഷാല്ലാ എനിക്ക് റിപ്ലൈ തരാവുന്നതാണ്. ഇനി ആറാമത്തെ സംഗതി, നോമ്പ് നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു നോമ്പ് നഷ്ടപ്പെട്ടു പോയി, അത് മനഃപൂർവ്വം അറിയാതെയോ ചെയ്തതാണ്, നഷ്ടപ്പെട്ടു പോയതാണ്, അത് ഖലാ വീട്ടണം, അത് നിർബന്ധമാണ്. ഇനി ആ കൂട്ടത്തിൽ ഗർഭിണികളായ സ്ത്രീകൾ, അതുപോലെ മുലയൂട്ടുന്ന സ്ത്രീകൾ, ഈ രണ്ടാളുകളുണ്ട്. ഗർഭിണികളായ സ്ത്രീകൾ, മുലയൂട്ടുന്ന സ്ത്രീകൾ, അവർ എന്താ ചെയ്യേണ്ടത്? അത് ഖലാ വീട്ടണോ അതല്ല അവർ അത് മുദ്ദു കൊടുക്കണോ? ഇങ്ങനെ പല മസലകൾ ചോദിക്കാറുണ്ട്, 2 മസലകൾ. ഇൻഷാ അല്ലാ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് വേറെ ഇൻഷാ അല്ലാ ചെയ്യാം. അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഹൈലുള്ള സമയത്ത് അവർ ഒഴിവാക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ടൊരു മസല ഇൻഷാ അല്ലാ അടുത്ത് പറയാം. അതുപോലെ തന്നെ വൃദ്ധയായ ആളുകൾ, വയോധികരായ ആളുകൾ, ശാശ്വതമായ അസുഖം കഴിയുന്ന ആളുകൾ, സ്ഥിരമായി അസുഖത്തിൽ കഴിയുന്ന ആളുകൾ, അതും എന്ത് ചെയ്യുക, ആ വീഡിയോയുടെ നമുക്ക് ഉൾപ്പെടുത്താം ഇൻഷാ അല്ലാ. അതുപോലെ തന്നെ ഇനി കഫാറത്ത് കൊടുക്കേണ്ട ഒരു വിഷയം, നിർബന്ധമായി നോമ്പ് നഷ്ടപ്പെടുത്തിയ ഒരാൾ എന്ത് ചെയ്യുക, അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പകൽ സമയത്ത് ലൈംഗികമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വം എന്ത് ചെയ്തു, നോമ്പ് ഒഴിവാക്കി, മനഃപൂർവ്വം നോമ്പ് നഷ്ടപ്പെടുത്തി, അവരെന്താ ചെയ്യേണ്ടത്? അവർക്കുള്ള കഫാറത്തിൻ്റെ വീഡിയോ ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പ് ഖൈറാക്കി തരുമാറാകട്ടെ, എല്ലാ കാര്യവും റാഹത്തിലാക്കി തരുമാറാകട്ടെ ഇൻഷാ അല്ലാ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ. മറ്റുള്ളവരുടെ അമലുകൾ കൂടി നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന വലിയൊരു ഇബാദത്താണ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൽ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.